ഹായ് ഹലോ, വെൽക്കം ടു ഐറിഷ് വ്ലോഗ്സ് വിത്ത് ആദി. ഇന്നത്തെ വീഡിയോ ഗിന്നസ് സ്റ്റോർ ഹൗസിലേക്കുള്ളതാണ്. ഒരുപാട് പേര് കണ്ടിട്ടുള്ളതായിരിക്കാം, പക്ഷേ എൻ്റേതായിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഗിന്നസിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു വെൽക്കം സോങ്ങോടുകൂടിയാണ് ഞങ്ങൾക്കൊരു സ്വീകരണം കിട്ടിയത്. ഇറ്റ് വാസ് സോ നൈസ്. നമ്മളതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ മൂവ് ചെയ്തു. ഗിന്നസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുൾപ്പെടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ആദ്യം കണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. ഇദ്ദേഹമാണ് ആർട്സ് ഗിന്നസ്. പുള്ളിക്കാരനാണ് കേട്ടോ ഗിന്നസ് കണ്ടുപിടിച്ചത്. അയർലൻഡിലാണ് ഇദ്ദേഹം ജനിച്ചത്. ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോഴും നമ്മുടെ മുന്നിലൊരു വലിയ വിജയം ഉണ്ടാകുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേട്ടോ ഇദ്ദേഹം. കണ്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബഹുമാനമൊക്കെ തോന്നി. പുള്ളിക്കാരനൊന്നുമില്ലാത്ത സമയത്ത് നിന്ന് ഉണ്ടാക്കിയത് ഇപ്പോൾ ലോകം മുഴുവനും ഓ മൈ ഗോഡ് വ്യാപിച്ച് കിടക്കാണല്ലേ. ഹീസ് സോ ഇൻസ്പയറിംഗ് മാൻ. മോസ്റ്റ് എക്സ്പെൻസീവ് ബിയർ ഇൻ ദ വേൾഡ് നോ. സോ അമേസിങ്. ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഈ ബിയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഓരോന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് 1906 അവർക്ക് വേണ്ടിയിട്ട് ഗിന്നസിന് വേണ്ടിയിട്ട് ഒരു അമേരിക്കൻ കമ്പനി നിർമ്മിച്ച ഫസ്റ്റ് ഗ്യാസ് മില്ലാണ്. പിന്നെ പണ്ടത്തെ ഒരു ട്രിപ്പിൾ ഡ്രാം പമ്പ്, ഇതൊക്കെ അവർ പണ്ട് യൂസ് ചെയ്തിരുന്നതാണ്. ഗിന്നസിൻ്റെ പ്രൊഡക്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഹീറ്റിങ്. 232 ഡിഗ്രി സെൽഷ്യസിനാണ് അവർ ഹീറ്റ് ചെയ്യുന്നത്. അതാണ് ഗിന്നസിന് നല്ല അടിപൊളി ഫ്ലേവറും ആ ബ്ലാക്ക് ഡാർക്ക് കളറും തരുന്നതാണ് കേട്ടോ. മില്ലിങ്, മഷിങ്, ബോയിലിങ്, അങ്ങനെ ആ ബ്രൂവിങ്ങിൻ്റെ ഒരു ഫുൾ സ്റ്റെപ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഒരു 9 സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് ഒരു 11 ടൈമാണ് നമുക്ക് ഈ ബിയർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. സോ ഞാനിങ്ങനെ ചെറുതായിട്ട് ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ പ്രോസസ്. It's nice to see actually. Yeah. 3 പ്രോസസ് ഉണ്ടായിരുന്നല്ലേ. ഓക്കെ. പിന്നെ അവർ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കുറച്ച് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒന്ന് ഫോട്ടോ ഇങ്ങനെ എടുത്തെടുത്ത് പോയി. ലൈക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ നിന്നില്ല. സോ ഇറ്റ്സ് വിൽ ബി ടു ബിഗ് ടു സീ ദെൻ ഇറ്റ് വാസ് നൈസ് ടു സീ ഓൾ ദിസ്. കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഗിന്നസ് ടേസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അവർ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നായിരുന്നു. പക്ഷെ എനിക്കത്ര ഷുവർ ആയിരുന്നില്ല ഞാനൊക്കെ ആ വീഡിയോ എടുക്കാമോ, അതിന് എന്തെങ്കിലും പ്രൈവസി ഇഷ്യൂസ് ഉണ്ടോ. സോ ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ്. സോ ഐ ടുക്ക് സം പിക്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാവിറ്റി ബാറിലേക്ക് പോയി. അവിടെ നമുക്ക് 2 ഗിന്നസ് കഴിക്കാനായിട്ടുള്ളൊരു കൂപ്പൺ ഈ വിസിറ്റിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. സോ നമ്മൾ അവിടെ ചെന്നിട്ട് ഫ്രഷ് ഫ്രം ദ ഗിന്നസ് സ്റ്റോർ 2 ഗിന്നസ് വാങ്ങിച്ചു. അത് ട്രൈ ചെയ്തു. അതെന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്നറിയാൻ പറ്റും. ഞാനും ഒരു സിപ്പ് ചെയ്തു. ബട്ട് ഭയങ്കര കയ്പായിരുന്നു, പറ്റത്തില്ല. സോ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു. ഹസ്ബൻഡ് അത് എൻജോയ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഓക്കെ, ഇറ്റ് വാസ് ഓക്കെ ഫോർ എ ട്രൈ. ബട്ട് ഈസ് നോട്ട് ദാറ്റ് ഫാൻ ഓഫ് ഗിന്നസ്. ബട്ട് ഇത് നമ്മുടെ ഗിന്നസിൻ്റെ ഒരു സ്റ്റോറിൽ നിന്ന് മുകളിൽ നിന്നുള്ളൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. വിച്ച് വാസ് സോ നൈസ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ബൈ.